ഹായ് എവരി വൺ, വെൽക്കം ടു സൗമ്യസ് ട്രഡീഷണൽ കുക്കിംഗ് ചാനൽ. എല്ലാവർക്കും അഡ്വാൻസ്ഡ് മെറി ക്രിസ്മസ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ചിക്കൻ സ്റ്റ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ സ്റ്റ്യൂ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാനായിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്യുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഗരം മസാല ആഡ് ചെയ്യുക. ഗരം മസാലയ്ക്കായിട്ട് ഞാനിവിടെ ഗ്രാമ്പും ഏലക്കയും 6 വീതം, ഒരു ചെറിയ കഷ്ണം പട്ട, 1/4 ടീസ്പൂൺ കുരുമുളക് മുഴുവനായിട്ട് ഈ ഗരം മസാല ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്യുക. ഏകദേശം 2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി, ഒരു വലിയ കുടം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, എരിവിനനുസരിച്ച് പച്ചമുളക്. ഞാനിവിടെ 8 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർക്കുക. ഇതിപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ചെറുതായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള പൊടിയായി അരിഞ്ഞത് ആഡ് ചെയ്യുക. 200 ഗ്രാം വലിയ ഉള്ളി പൊടിയായി അരിഞ്ഞത്, ഇതിലേക്ക് ഒരല്പം ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഈ ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 കിലോ ചിക്കൻ ആഡ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ്. ചിക്കൻ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് 2ാം പാൽ ആഡ് ചെയ്യുക. ഈ ചിക്കൻ 2ാം പാലിൽ വേവിച്ചെടുക്കുക. 1/2 കപ്പ് 2ാം പാൽ. ചിക്കൻ മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ബീൻസ്, ക്യാരറ്റ് ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുക. ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇതിൽ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഒരല്പം ഉപ്പ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനിലേക്ക് ആഡ് ചെയ്ത വെജിറ്റബിൾസ് വേവണ സമയം ഗാർണിഷ് ചെയ്യാൻ ആവശ്യമുള്ള ഉള്ളിയും കാഷ്യൂം വറുത്തെടുക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്യുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്യുക. സവാള നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് സവാള നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ ഉള്ളി നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ നല്ല ബ്രൗൺ കളറിലായിട്ട് റോസ്റ്റ് ആവണം. ഇനി ഇതിലേക്ക് കാഷ്യൂ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കാഷ്യൂ എടുത്ത് പൊടിച്ചിട്ട് ചേർക്കുക. അപ്പം ഈ ചിക്കൻ സ്റ്റ്യൂവിന് നല്ല ക്രീമി ടെക്സ്ചർ കിട്ടും. കാഷ്യൂ നട്ട്സ് നിങ്ങൾ താല്പര്യത്തിനനുസരിച്ച് ചേർക്കുക. 2 തണ്ട് കറിവേപ്പില. ഇതിപ്പോൾ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് 1ാം പാൽ ആഡ് ചെയ്യുക. ഇതിപ്പോൾ ചിക്കൻ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കാഷ്യൂം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. ഇത് അപ്പം, പത്തിരി, ചപ്പാത്തി, ചോറ് ഇതിൻ്റെ എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇതിപ്പോൾ ചിക്കൻ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം.